കുറച്ച് നാൾ മുന്നേ നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു മൂന്നാർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ സ്റ്റാഫെല്ലാം കൂടെ ഒരു 6 പേരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാറും അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മീൻസ് ഹസ്ബൻഡും മോളും ഉണ്ടായിരുന്നു. മോനെ കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു. എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റാഞ്ഞത്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഓഫീസിൽ നിന്നായിരുന്നു. കുറച്ച് പേര് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാക്കിങ്ങിനൊക്കെ ആയിട്ട് ഒരു ഉച്ചയായപ്പോൾ പോയി. അതുപോലെ ഞാനാണെങ്കിലും ഉച്ച ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. കാരണം മോളെയും കൊണ്ട് പാക്കൊക്കെ ചെയ്ത് വരേണ്ടതുകൊണ്ട് കുറച്ച് ലേറ്റായി. നമ്മളൊരു ട്രാവലറിനാണ് ഇത്രയും ആൾക്കാരെല്ലാം കൂടെ പോയത്. എൻ്റെ ഹസ്ബൻഡ് അന്ന് എറണാകുളത്ത് നിന്ന് വരുത്തതേ ഉള്ളായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് കോട്ടയത്ത് വെയിറ്റ് ചെയ്യാം, കോട്ടയത്തു നിന്ന് നമുക്ക് കയറാം എന്നുള്ള രീതിയിലായിരുന്നു. കോട്ടയത്തു നിന്ന് നമ്മൾ ഹസ്ബൻഡിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റേ ചെയ്തത് അടിമാലിയിൽ ജനഹാർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു. ജന ഹോട്ടലിൻ്റെ തന്നെയാണ് സഫാരി റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വിട്ടത് നമ്മൾ മറയൂർ കുടിൽ റിസോർട്ടിലോട്ടാണ്. കുടിൽ റിസോർട്ടിൽ നമ്മൾ 2 റൂമായിരുന്നു എടുത്തത്. അതുപോലെ തന്നെ നമുക്ക് 2 ചെറിയ ടെൻറ്റും അവൈലബിൾ ആയിരുന്നു. മീൻസ് ഒരു ടെൻറ്റിൽ നമുക്ക് 2 പേർക്ക് സ്റ്റേ ചെയ്യാം നൈറ്റ്. അങ്ങനെ 2 ടെൻറ്റും പിന്നെ 2 റൂമും ആയിരുന്നു. അപ്പം ഇത്രയും. പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ്, വൈകിട്ടത്തെ ഈവനിങ് സ്നാക്സ്, ടീ, അതുപോലെ തന്നെ നൈറ്റ് ഡിന്നർ, അതുപോലെ തന്നെ സെക്കൻഡ് ഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത്രയും നമുക്ക് ഫുള്ള് ഒരു 16,000 സംതിങ് ആയെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയുക. അപ്പോൾ കുറച്ച് നാളായി. അപ്പം എന്തായാലും നല്ല ഒരു എൻവയറമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഒരു കുടിൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പുറത്തും എല്ലാം അടുത്തടുത്ത് മീൻസ് തൊട്ടടുത്ത് വീടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഒരു ഗ്രാമം പോലുള്ള ഒരു എൻവയറമെൻ്റ് ആയിരുന്നു ഫുള്ള്. നൈറ്റിലായിരുന്നു നമുക്ക് ഒന്നുകൂടെ കാണാൻ രസം. കാരണം ഫുള്ള് ലൈറ്റിങ്സ് കൊണ്ട് അറേഞ്ച് ചെയ്തേക്കുമായിരുന്നു. പിന്നെ അവിടെ ചെന്നാൽ തന്നെ നമ്മൾ ഫുള്ള് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇട്ടേക്കുന്നത് അവർ നമുക്ക് അയച്ചു തന്നു. നമ്മൾ ഇത് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുമല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡേ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മളിവിടെ മൂന്നാർ എത്തിയത് പിറ്റേ ദിവസം ഒരു 12 മണി. ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് നമ്മൾ അടിമാലിയിലൊരു സ്റ്റേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ മറയൂർ വന്നത്. നമ്മളൊരു 12:30 ആയിട്ട് എത്തിക്കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ജീപ്പ് ട്രക്കിംഗ് ആയിരുന്നു. നമ്മൾ പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 70% ഒക്കെ ഓക്കെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഫുഡാണ്. ഒരു 70% ഓക്കെയാണ് ഫുഡൊക്കെ. പിന്നെ നമുക്ക് പുറത്തുനിന്ന് പോയി മീൻസ് ദൂരം ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് പോയി ടൗണിൽ നിന്ന് മേടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു. 70 അല്ല ഒരു 80% ഒക്കെ മാർക്ക് കൊടുക്കാം ഫുഡിന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ജീപ്പ് ട്രക്കിംഗ് ആയിരുന്നു. ഈ വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും ഒരു വളഞ്ഞ കുഴി നിറഞ്ഞ വഴിയാണ്. അപ്പോൾ ഇതിലൂടെ ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ, വേറൊരു വെഹിക്കിളും പോകുമെന്ന് തോന്നുന്നില്ല. മേ ബി ചിലപ്പം ബൈക്ക് പോകുമെന്നുള്ള അറിയില്ല. പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ജീപ്പിലാണ്. ആ പോകുന്ന വഴി കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല പോലെ കുലുക്കം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും നല്ല പ്രയാസം ഉണ്ടായിരുന്നു. കാരണം കയ്യിൽ നിന്ന് തെറിച്ചു പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. നമ്മളങ്ങനെ കാന്തല്ലൂരെത്തി. കാന്തല്ലൂർ ശരിക്കുള്ള ട്രക്കിംഗ് എവിടെയാണ് നമ്മൾ ശരിക്കും ജീപ്പ് ട്രക്കിംഗ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫുള്ള് പാറയാണ്. ഒരു സ്ലോപ്പ് പോലാണ്. മേളിൽ നിന്ന് താഴോട്ട് പോവുക, താഴെ നിന്ന് മേളിലോട്ട്. പിന്നെ ജീപ്പിലാണ്ടെന്നല്ല ഭയങ്കര പേടിയായിരുന്നു. ഇതേ കണ്ടോ ബാക്കിലൊക്കെ പാറയൊക്കെ കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങുക. അങ്ങനെയുള്ള ജീപ്പിൽ നമ്മളിതിപ്പം ജസ്റ്റ് റീലിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. നമ്മളല്ലാതെ അവിടെ തന്നെ ജീപ്പിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ലോപ്പ് പോലുള്ള ഏരിയയിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു, താഴെ നിന്ന് മേളിലോട്ട് പോകുന്നു. ഇപ്പം ചാവത്തില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. എന്നാലും ഒരു വിശ്വാസം എന്ന് വെച്ചാൽ അവർ ജീപ്പ് ഡ്രൈവറൊക്കെ ആണെങ്കിൽ ഓൾറെഡി അവരവിടെ കിടന്ന് ഓടുന്ന ആൾക്കാരാണല്ലോ. അപ്പം അവരുടെ കയ്യിൽ ജീവൻ കൊടുത്തിട്ടായിരുന്നു നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ എന്തായാലും ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാന്തല്ലൂർ ജീപ്പ് ട്രക്കിംഗ് ആണെങ്കിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഭയങ്കര രസമാണ്, നല്ല എൻജോയ്മെൻറ്റുമാണ്, നല്ല രസമാണ്. അതൊരു പുതിയ എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർക്ക്.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ജീപ്പ് ട്രക്കിങ് നല്ലൊരു പേടി, ഒരു മുൾമുനയിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ കഴിയുമ്പോൾ ഓക്കെ, നമ്മളതൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഡ്രൈവർമാരാണ് അവിടെ ഓടുന്ന ഡ്രൈവേഴ്സാണ്. അതാണ് ഇപ്പം നമുക്ക് പിന്നെ ഒരു ഇത് പറയാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. കാരണം നമ്മൾ ആ സ്ലോപ്പിലൂടെ പോയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ലായിരുന്നു. കാരണം എന്തായാലും ഫോൺ അത് തെറിച്ച് പോകും, അത് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു വാട്ടർഫോളിലാണ് പോയത്. അതാണെങ്കിൽ ട്രക്കിങ്ങിനെക്കാട്ടിലും സൂപ്പറായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ മോളെ ജസ്റ്റ് ഒന്ന് ആ വാട്ടർഫോൾ മീൻസ് ഒന്ന് അടുത്തോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ. അവൾ ഫുള്ള് തണുത്ത് വിറച്ച്. അത് കാരണം പിന്നെ നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങ് പുറത്ത് വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വെച്ച് ഒരുപാട് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫുള്ള് നനവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ് നമ്മൾ റൂം എടുത്ത സ്ഥലത്തിൽ മീൻസ് കുടിൽ റിസോർട്ടിലാണ് നമ്മൾ തിരിച്ചു പോയി. അവിടെ ചെന്ന് നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ഒരു 7 മണി 7 ഒരു 7:30 ഒക്കെ ആയപ്പോഴേക്കും നമുക്കവർ ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഫയറും മ്യൂസിക്കും അതുപോലെ തന്നെ അവിടെ ഫുള്ള് ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ പാട്ടിൽ ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ പിന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് കുറച്ച് നേരം അവിടെ ഒരു 2-2.5 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു എനിക്ക് സത്യം പറഞ്ഞാൽ ഇതും എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. മോളാണേലും ഇതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവൾക്കാണെങ്കിലും ട്രിപ്പ് മൊത്തത്തിൽ അവളും ഒരുപാട് മീൻസ് എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ എൻജോയ് ചെയ്തത് അവളാണ്. കാരണം കുഞ്ഞുങ്ങളൊക്കെ നമ്മളങ്ങനെ വലുതായിട്ട് ട്രിപ്പും കാര്യങ്ങളൊന്നും കൊണ്ടുപോകത്തില്ല. അതുപോലെ ഇതുപോലുള്ള ഫൺ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ല, ഇങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ അങ്ങനെ പിള്ളേരെ അങ്ങനെ എന്നാലും നമ്മളതൊക്കെ ചെയ്തു, ഡാൻസ് കളിച്ചു, അങ്ങനെ ട്രക്കിങ് ചെയ്തു. അങ്ങനെ അതൊക്കെ അത് അവളുടെ ഫസ്റ്റ് പുതിയതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓഫീസിലുള്ള എല്ലാവരും അവൾക്ക് നല്ലപോലെ പരിചയമുണ്ട്. അവൾ ശരിക്കും പറഞ്ഞാൽ അവൾ എല്ലാവരുമായിട്ട് നല്ലപോലെ മിങ്കിളുമായി. അപ്പം മിങ്കിളാവോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അറിയുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ എന്നെ മാത്രം ഒട്ടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ട്രിപ്പിൽ അവർ എല്ലാവരെയും അറിയുന്നതുകൊണ്ട് അവരുടെ കൂടെ ആയിരുന്നു അവൾ. പോന്നോ അമ്മരോട് നെക്സ്റ്റിലേക്ക് പോന്നോ? അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ മീൻസ് സൺഡേ നമ്മൾ രാവിലെ അവിടെ നിന്ന് ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.
ഇറങ്ങി വരുന്ന വഴിയിലാണ് നമ്മൾ വേറൊരു വാട്ടർഫോൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഹാഫ് ആൻ അവർ മാത്രമേ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. നേരത്തെ നമുക്ക് വീട്ടിലെത്താം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ കയറിയതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ആർക്കും അവിടെ പോകാനുള്ള ഒരു ഇതുമില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്, ഫുള്ള് വലിയ വലിയ പാറകളും അതുപോലെ ആ വെള്ളം വരുന്ന നമ്മളെന്തായാലും വെള്ളത്തിൽ, കാരണം ഓൾറെഡി അതിന് തലേന്ന് ദിവസം നമ്മൾ വാട്ടർഫോളിൽ പോയിട്ട് ഫുള്ള് നനഞ്ഞ് അങ്ങനെ ഡ്രസ്സൊന്നും അധികം നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളവിടെ വാട്ടർഫോൾ അങ്ങനെ ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ കുറേ നമ്മൾ ആ ഒരു സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അതുപോലെ അവിടെ ആ വ്യൂസും കാണാനും എല്ലാം നല്ല രസമായിരുന്നു. അങ്ങനെ അരമണിക്കൂറിന് പറഞ്ഞു പോയ പാർട്ടീസ് എല്ലാം കൂടെ നമ്മളൊരു 2 മണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ആ ഒരു നിന്ന ടൈമിൽ നമ്മൾ അവിടുത്തെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ട്രീ എന്ത് ട്രീ ആണെന്ന് എനിക്കറിയില്ല. അടുത്ത് നിൽക്കുന്നവർ വാഴപ്പഴം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ട്രീ എന്തിനാ വാഴപ്പഴം അതുപോലെ ഉണ്ട്. ആ ലീഫ് ഇതെന്ത് ട്രീ ആണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാൻ തോന്നുന്നു കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കല്യാണിക്കുട്ടി ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാനാണെന്ന് പറഞ്ഞ് ഒന്ന് ഇറങ്ങിയതാണ്. അവളെ ശരിക്കും പറഞ്ഞാൽ താഴോട്ട് ഇറക്കണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ പോയി ഇരുന്നത്. പക്ഷേ അവൾ അവിടെ പോയിട്ട് ഒന്ന് കാല് നനയ്ക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പുള്ളിക്കാരത്തി അവിടോട്ടങ്ങ് കിടന്നു. സത്യം പറഞ്ഞാൽ അവിടോട്ടങ്ങ് ഇരുന്നു. ഫുള്ള് നനച്ചു. അവസാനം അവളെ ഉടുപ്പൊക്കെ മാറേണ്ടി വന്നു. പക്ഷേ അവൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. പനി പിടിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഭാഗ്യത്തിന് പനിയൊന്നും പിടിച്ചില്ല. വലിയ കുഴപ്പമില്ലായിരുന്നു. അതുപോലെ വെള്ളമാണെങ്കിൽ ഇതേമേ ഐസ് വാട്ടർ എന്ന് പറയാം, ഐസ് വാട്ടർ എന്ന് പറയാം, അതുപോലെ ആ ഒരു തണുപ്പായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാനും, ആ വെള്ളത്തിൻ്റെ വീഴുന്ന സൗണ്ടും അങ്ങനെയുള്ള സംഭവമൊക്കെ. അതുപോലെ അവിടെ ഇരിക്കാനൊക്കെ നല്ല രസം, നല്ല സുഖമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള മനസ്സേ വരുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു ഇത്. നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് വരുമ്പം കയറിയ ഒരു വാട്ടർഫോളാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ പേരും കാര്യങ്ങളൊക്കെ എടുക്കാനേ മറന്നുപോയി, കണ്ടില്ല. അങ്ങോട്ട് കയറുന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയപ്പോൾ കയറി പോയതാണ്. അവിടെ ഫോട്ടോസോ അങ്ങനെ മീൻസ് എവിടെയാണ് പ്ലേസ് എന്നോ അതിൻ്റെ വാട്ടർഫോളിൻ്റെ പേര് എഴുതി എൻ്റെ ഫോട്ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഒരാൾ ഇവിടെ ധ്യാനിക്ക് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു, കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറഞ്ഞിട്ട്. അത് നമ്മളൊന്ന് ചെറിയ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങാറായിരുന്നു. ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കണ്ണൻ ദേവൻ ഹിൽ സൈഡ്, നമ്മുടെ കാപ്പിയല അവിടെയാണ് നമ്മൾ ആ ഒരു റൂട്ടിൽ കൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ കയറിയിട്ടും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഷോപ്പിങ്സും കാര്യങ്ങളൊക്കെ മൂന്നാറിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓയിൽസും സോപ്പ് ഇവിടെ, കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിൽ ഭയങ്കര ഡിഫറെൻറ്റ്, മീൻസ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും റേറ്റ് ആണെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് കുറച്ച് സാധനമൊക്കെ നല്ല രീതിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ തേയില, കാപ്പിപ്പൊടി, അതൊക്കെ എന്തായാലും നമ്മൾ വാങ്ങാതിരിക്കത്തില്ലല്ലോ. അതും കുറേയൊക്കെ വാങ്ങി അതൊക്കെ കയറിയ ഫോട്ടോസും വീഡിയോസും ഒന്നും തിരിച്ച് വന്നപ്പോഴേക്കും നമുക്ക് ഈ ഇറങ്ങിയപ്പോഴേക്കും ഒട്ടും ആർക്കും വയ്യായിരുന്നു.
വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റും. തിരിച്ച് ആ ഇറക്കമൊക്കെ ഇറങ്ങിയോണ്ടാന്ന് തോന്നുന്നു ഫുള്ള് എല്ലാവരും ഭയങ്കര ക്ഷീണവും, അതുപോലെ എല്ലാവർക്കും ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അല്ല, ഞാനും മോളും പിന്നെ നമ്മുടെ 2-3 സ്റ്റാഫ്സൊക്കെ നമ്മൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേർക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുള്ള് ടയേർഡായിരുന്നു. അത് കാരണം തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങി ഫോട്ടോസ് അതോ വീഡിയോസോ അങ്ങനെയുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ടയേർഡായിരുന്നു. ആ ഒരു ട്രാവലിംഗ് തന്നെ നല്ലൊരു ടയർഡ്നെസ് ആണ്. തിരിച്ചിറങ്ങിയപ്പോൾ കുറച്ച് ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പോയപ്പോഴും അവിടെ സ്പെൻഡ് ചെയ്ത ടൈമും ഒക്കെ ഭയങ്കര നല്ലൊരു മൊമെൻറ്റും ടൈമും. അത് ഇനിയും തിരിച്ചു കിട്ടുമോയെന്ന് അറിയില്ല. ഒന്നുകൂടെ പോയാൽ കൊള്ളാവുന്നുണ്ട്, നമുക്ക് നോക്കാം. പക്ഷേ നല്ലൊരു പ്ലേസാണ് മറയൂർ, കാന്തല്ലൂർ. അവിടെയൊക്കെ ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ.